അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 128, അഹ്വാൽ മുത്തഅല്ലിഖാത്തുൽ ഫീൽ 12, പേജ് നമ്പർ 177. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد وآله وصحبه. ولهذا لا يقال ما زيدا لربط ولا غيره. ولهذا ഈ കാരണത്തിന് വേണ്ടി, ഐ വലി അന്ന തഖ്ദീമ തീർച്ചയായും തഖ്ദീം മുന്തിക്കൽ, മഫ്ഊലിനെ മുന്തിക്കൽ, ലിറദ്ദിൽ ഖത്ഇ ഫീ തഅയീനിൽ മഫ്ഊലി, മഫ്ഊലിനെ നിർണയിച്ചതിലുള്ള, മുഖാത്തബ് മഫ്ഊലിനെ തഅയീൻ ചെയ്തതിൽ ഉള്ള ഖത്ഇനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് മുന്തിക്കൽ എന്ന കാരണത്തിന് വേണ്ടി. മഅൽ ഇസാബത്തി, മുഖാത്തബ് സവാബിനെ എത്തിക്കലോടുകൂടെ, ഫിഇതിഖാദി വുഖൂഇൽ ഫീലി അലാ മഫ്ഊലിൻ മാ, മുതകല്ലിമിൽ നിന്ന് ഏതോ ഒരു മഫ്ഊലിന്റെ മേൽ ഫിഇൽ സംഭവിച്ചു എന്ന വിശ്വാസത്തിൽ മുഖാത്തബ് സവാബിനെ എത്തിക്കലോടുകൂടെ. അപ്പോൾ മുതകല്ലിമിൽ നിന്ന് ഒരു ഫിഇൽ ഒരു മഫ്ഊലിന്റെ മേൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്, അവന്റെ ആ ഇഅ്തിഖാദ് ശരിയാണ്. പക്ഷെ മഫ്ഊല് അവനിക്ക് തെറ്റിപ്പോയി, മഫ്ഊല് അവനിൽ പിഴച്ചു, ഖത്അ് സംഭവിച്ചു. ആ ഖത്ഇനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് മുന്തിക്കൽ എന്ന കാരണത്തിന് വേണ്ടി ലാ യുഖാലു, പറയപ്പെടുകയില്ല, മാ സൈദൻ ലർബുത്തു വലാ ഗൈറഹു, മാ സൈദൻ ലർബുത്തു വലാ ഗൈറഹു എന്ന് പറയൂല. കാരണം മാ സൈദൻ ലർബുത്തു എന്ന വാക്ക് സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല എന്ന് ആരോടാണ് അത് പറയുന്നത്? അത് സൈദിനെ മുത്തക്കല്ലിമു അടിച്ചു എന്ന് വിശ്വസിച്ച ഒരാളോടാണ്. സൈദിന്റെ മേൽ മുത്തക്കല്ലിമിൽ നിന്ന് ലർബ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച ഒരാളോടാണ് മാ സൈദൻ ലർബുത്തു എന്ന് പറയുക. ഇവനിൽ നിന്ന്, മുത്തക്കല്ലിമിൽ നിന്ന് ലർബുണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്, ആ വിശ്വാസം മുഖാത്തബിനുള്ളത് ശരിയാണ്, അത് കിട്ടിയത് സൈദിനാണ് എന്നവൻ മനസ്സിലാക്കിയോടത്ത് പിഴവ് പറ്റി. അപ്പോൾ സൈദിന് അടി കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മുഖാത്തബിനോട് എന്തു പറയും? മാ സൈദൻ ലർബുത്തു, സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അടി മറ്റൊരാളുടെ മേൽ സംഭവിക്കും. അത് കസ്ർ ഇളാഫിയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അമ്രിന്റെ മേൽ സംഭവിച്ച, അമ്രിന്റെ മേൽ ലർബ് വാക്കിയായിട്ടുണ്ട്. കസ്ർ ഇളാഫിയാണെങ്കിൽ അമ്ര എന്നുള്ളൊരു ഉദാഹരണമാണ്. ഇത് ഖാലിദായാലും ശരി, ബക്കറായാലും. അപ്പൊ സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല, പിന്നെ അടിച്ചത് ആരെയാണ്? അമ്രിനെയാണ് എന്നാ. അപ്പോൾ സൈദല്ലാത്തവർക്ക് അടി കിട്ടി എന്നാണ് ഏതിന്റെ അർത്ഥം? മാ സൈദൻ ലർബുത്തു എന്നതിന്റെ അർത്ഥം. കാരണം അടി ഇവനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ, അടി അവനിൽ നിന്ന് ഉണ്ടായി. ആ അടി കിട്ടിയത് സൈദിനാണെന്ന് മുഖാത്തബ് മനസ്സിലാക്കി അവനോടാണ് പറയുന്നത് എന്ത്? സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ മഫ്ഹൂം എന്താണ്? സൈദല്ലാത്തവനെ ഞാൻ അടിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ വലാ ഗൈറഹു, സൈദല്ലാത്തവരെയും അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ വലാ ഗൈറഹു എന്നതിന് ഇതിന്മേൽ അത്ഫ് ചെയ്ത് പറയാൻ പറ്റൂല, സൈദിന്റെ മേൽ അത്ഫ് ചെയ്തിട്ട് പറയാൻ പറ്റൂല. കാരണം ലിഅന്ന തഖ്ദീമ, ഇവിടെ സൈദൻ എന്ന മഫൂലിനെ മുന്തിച്ചത്, സൈദൻ എന്ന മഫൂലിനെ മുന്തിച്ചു. ആ മുന്തിക്കൽ യദുല്ലു അറിയിക്കും അലാ വുഖൂഇൽ ലർബി അലാ ഗൈരി സൈദിൻ,
സെയ്ദ് അല്ലാത്തവന്റെ മേൽ ദർബ് സംഭവിച്ചിട്ടുണ്ട് എന്നറിയിക്കും. സെയ്ദ് അല്ലാത്തവന്റെ മേൽ അടി സംഭവിച്ചിട്ടുണ്ട് എന്നറിയിക്കും. അതെന്തിനാണത്? തഹ്ഖീഖൻ ലിമഅനൽ ഇഖ്തിസാസി, ഇഖ്തിസാസ് എന്ന മഅനയെ ഉറപ്പിക്കാൻ വേണ്ടി. കാരണം മുന്തിക്കലുകൊണ്ട് ഇഖ്തിസാസിനെ ഫായിദ വെപ്പിക്കും. അപ്പോൾ ആ ഇഖ്തിസാസിന്റെ മഅന ഇവിടെ ഉറപ്പാവണമെങ്കിൽ എന്ത് വേണം? കിട്ടാതിരിക്കൽ അദമുൽ ദർബ് ആരെ കൊണ്ട് ഖാസാവണം? സെയ്ദിന്റെ മേൽ ചുരുക്കണം. ഇഖ്തിസാസിന്റെ മഅന ഉറപ്പാവണമെങ്കിൽ അദമുൽ ദർബ് സെയ്ദിന്റെ മേൽ ചുരുക്കണം. അപ്പൊ സെയ്ദല്ലാത്തവർക്ക് ദർബ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ മുഖാത്തബിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാണല്ലോ സെയ്ദൻ ലർബുത്തു എന്ന് പറയുന്നത്. മുഖാത്തബിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മുഖാത്തബിന്റെ ഖത്തഇനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തഖ്സീസ് എന്നുള്ളത് ഇഖ്തിസാസ് എന്ന മഅനയെ ഉറപ്പിക്കാൻ വേണ്ടി മാ സെയ്ദൻ ലർബുത്തു എന്നത് സെയ്ദല്ലാത്തവർക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കും. കാരണം അദമുൽ ലർബ് ആരുടെ മേൽ ചുരുക്കപ്പെട്ടു? അത് സെയ്ദിന്റെ മേൽ ചുരുക്കപ്പെട്ടു. അപ്പൊ ഇഖ്തിസാസിന്റെ മഅന എന്താണ്? അദമുൽ ലർബ് സെയ്ദിന്റെ മേൽ ചുരുക്കപ്പെടുകയും ലർബ് സെയ്ദ് അല്ലാത്തവർക്ക് സാബിത്താവുകയും ചെയ്യുക. അതാണ് ഇവിടുത്തെ ഇഖ്തിസാസിന്റെ മഅന. വ ഖൗലുക്കാൻ, എന്റെ കൗല്, ലാ ഗൈറഹു എന്ന കൗല് യൻഫി ദാലിക, ആ മഅനയെ എന്ത് ചെയ്യും കേട്ടോ? ലർബ് സെയ്ദല്ലാത്തവരുടെ മേൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിന് നഫി ചെയ്യും. യൻഫി ദാലിക, അതായത് യൻഫി ഉഖൂ അൽ ലർബി അലാ ഗൈരി സെയ്ദിൻ, സെയ്ദല്ലാത്തവർക്ക് ലർബ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തെ നഫി ചെയ്യും. മാ സെയ്ദുൽ ലർബുത്തുവിന്റെ അർത്ഥം എന്താണ്? സെയ്ദല്ലാത്തവർക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്നാണ്. വലാ ഗൈറഹു, കിട്ടിയിട്ടില്ല എന്നാവും. അപ്പോൾ എന്താവും? അപ്പോൾ ഫയക്കൂനു മഫ്ഹൂമു തഖ്ദീമി, തഖ്ദീമിന്റെ മഫ്ഹൂമാകും. അതായത് മാ സെയ്ദൻ ലർബുത്തു, സെയ്ദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല, സെയ്ദല്ലാത്തവരെ അടിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ മഫ്ഹൂം. അത് മുനാഖിദൻ ലി മന്തൂഖി ലാ ഗൈറഹു, ലാ ഗൈറഹു എന്നതിന്റെ മന്തൂഖിനോട് എതിരായതാവും. അപ്പൊ അങ്ങനെയാണ് ഇബാറത്ത് ഇവിടെ ഉള്ളത്. ഫയക്കൂനു മഫ്ഹൂമു തഖ്ദീമി, മഫൂലിനെ മുന്തിച്ച ആ തഖ്ദീമിന്റെ മഫ്ഹൂമാകും മുനാഖിദൻ ലി മന്തൂഖി ലാ ഗൈറഹു, ലാ ഗൈറഹുവിന്റെ മന്തൂക്കിനോട് എതിരായതാവും. ലാ ഗൈറഹുവിന്റെ മന്തൂക്ക് എന്താണ്? സെയ്ദല്ലാത്ത ആൾക്ക് അടി കിട്ടിയിട്ടില്ല എന്നാണ്. മാ സെയ്ദൻ ലർബുത്തിന്റെ മഫ്ഹൂം എന്താ? സെയ്ദല്ലാത്തവർക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇനി അവിടെ ഇങ്ങനെയും വായിക്കാം, ഫയക്കൂനു മന്തൂഖു ലാ ഗൈറഹു, ലാ ഗൈറഹുവിന്റെ മന്തൂക്കാവും മുനാഖിദൻ ലി മഫ്ഹൂമി തഖ്ദീമി, തഖ്ദീമിന്റെ മഫ്ഹൂമിനോട് എതിരായതാകും എന്നും വായിക്കാം. എങ്ങനെ? ഫയക്കൂനു മഫ്ഹൂമു തഖ്ദീമി മുനാഖിദൻ ലി മന്തൂഖി ലാ ഗൈറഹു എന്നുള്ളോടത്ത് ഫയക്കൂനു മന്തൂഖു, ഫയക്കൂനു മഫ്ഹൂമു തഖ്ദീമി, ഫയക്കൂനു മന്തൂഖു ലാ ഗൈറഹു, ലാ ഗൈറഹു എന്നതിന്റെ മന്തൂക്കാവും. ലാ ഗൈറഹു ആണല്ലോ അവിടെ ഹിക്കായത്ത് ചെയ്തിട്ടാണ് അങ്ങനെ വായിക്കുന്നത്. മുനാഖിദൻ ലി മഫ്ഹൂമി തഖ്ദീമി, തഖ്ദീമിന്റെ മഫ്ഹൂമിനോട് എതിരായതാകും. ഞാൻ പക്ഷേ ലൗകാന തഖ്ദീമു, ഇവിടെ മഫ്ഊലിനെ മുന്തിച്ചത് ലി ഗറളിൻ ആഖറ, മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, വൈരി തഖ്സീസി, തഖ്സീസ് അല്ലാത്ത മറ്റ് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ,
അതായത് ഇഖ്തിസാസിന് വേണ്ടിയിട്ടല്ല മഫൂലിനെ മുന്തിച്ചത്, തഖ്സീസ് അല്ലാത്ത മറ്റൊരു ഖറദിന് വേണ്ടിയിട്ടാണ് ഈ തഖ്ദീമ് ഉണ്ടായതെങ്കിൽ ജാസ ജായിസാണ്. മാ സൈദൻ റബ്ബുത്തു, സൈദിനെ ഞാൻ അടിച്ചിട്ടില്ല, വലാ ഗൈറഹു, സൈദല്ലാത്തവരെയും അടിച്ചിട്ടില്ല. അവിടെ ഇഖ്തിസാസിന് വേണ്ടിയിട്ടല്ല സൈദിനെ മുന്തിച്ചത്, മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് തഖ്ദീമ് വാലിബിലും ഇഖ്തിസാസിനാണ്, ഇഖ്തിസാസ് അല്ലാത്തതിനും തഖ്ദീം ഉണ്ടാകും എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം? മാ സൈദൻ ലർബുത്തു വലാ ഗൈറഹു. അപ്പൊ ആ കലാമ് കുല്ലിയായ നിലക്ക് മൻഹിയ് അൻഹു അല്ല. ഇഖ്തിസാസിന് വേണ്ടി തഖ്ദീം ചെയ്യുമ്പോഴാണ് പാടില്ലാത്തത്, അല്ലാത്ത സമയത്ത് പറ്റുമെന്നായി. വക്കത സൈദൻ ലർബുത്തു വഗൈറഹു എന്നും പറയാൻ പറ്റും. സൈദിനെ ഞാൻ അടിച്ചു, വഗൈറഹു സൈദല്ലാത്ത ആളെ അടിച്ചു. അവന് സൈദിനെ മുന്തിച്ചതിന് എന്തോ മുത്തക്കല്ലിമിന് വേറെ ആവശ്യമുണ്ടാകും. പിന്നെ വലാ മാ സൈദൻ ലർബുത്തു വലാകിൻ അക്രംതുഹു, മാ സൈദൻ ലർബുത്തു വലാകിൻ അക്രംതുഹു എന്നും പറയാൻ പറ്റൂല. സൈദിനെ മാത്രമാണ് ഞാൻ അടിച്ചത്, അല്ല മാ സൈദൻ ലർബുത്തു, സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല, വലാകിൻ അക്രംതുഹു എങ്കിലും ഞാൻ അവനെ ബഹുമാനിച്ചു, ഇതും പറയപ്പെടൂല. കാരണം മാ സൈദൻ ലർബുത്തു എന്ന് പറയുന്നത് ആരോടാണ്? മുത്തക്കല്ലിമിൽ നിന്ന് ഒരു ഫിഇല്, ഒരു നെർബുണ്ടായിട്ടുണ്ട്, അത് സൈദല്ലാത്ത ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന പിഴവിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല, സൈദല്ലാത്ത ആളെ അമ്രിനെ അടിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ലാക്കിൻ അക്രംതുഹു എന്നല്ല. അതായത് ഇവിടുത്തെ ഖത്ത് മുത്തക്കല്ലിമിൽ നിന്നുള്ള ഫിഇലിൽ ഖത്ത് ഇല്ല, ഫിഇല് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സവാബിന് ആ മുത്തക്കല്ലിമിന്റെ ഇത്തിഖാദ് അത് ശരിയാണ്. ആ ഫീല് ആരുടെ മേൽ വാക്കിയായിട്ടുണ്ട്, ആ മഫ്ഊലിന്റെ നിർണയത്തിലാണ് ഇവിടെ ഖത്ത് ഉള്ളത് മുഖാത്തബിന് എന്നല്ലാതെ മുത്തക്കല്ലിമിൽ നിന്ന് ഒരു ഫീലുണ്ടായി, ഇക്റാം എന്ന ഫീലുണ്ടായി, അത് നെർബാണെന്നാണ് തെറ്റിദ്ധരിച്ചു, മുഖാത്തബ് ധരിച്ചുപോയി, അതിനെ റദ്ദ് ചെയ്യാനല്ല ഇവിടെ സൈദിനെ മുന്തിച്ചത്. സൈദിനെ മുന്തിച്ചതെങ്ങനെ? സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല, സൈദല്ലാത്ത ആളെ അടിച്ചിട്ടുണ്ട്, ഇഖ്തിസാസിനെ ഇഫാദത്ത് ചെയ്യാനാ. അപ്പോൾ മഫൂലിനെ നിർണയിച്ചതിലുള്ള ഖത്തിനെ റദ്ദ് ചെയ്യുന്നോടത്താണ് മാ സൈദൻ ലർബുത്തു എന്ന് പറയുന്നത്, അല്ലാതെ ഫിഇലിന്റെ നിർണയത്തിലുള്ള ഖത്തയിൽ അല്ല. കാരണം അന്ന മബ്നൽ കലാമി, ഈ കലാമിന്റെ മബ്ന, ഇതിന്റെ ഉത്ഭവസ്ഥലം, ഈ കലാമ് പറയാനുള്ള കാരണം എന്ന് ചുരുക്കം, ഈ കലാമിന്റെ മാ സൈദൻ ലർബുത്തു എന്ന കലാമിന്റെ ഉറവിടം ലൈസ, ആ മബ്നയല്ല, അല അന്നൽ ഖത്ആവുന്നത് വാഖിഉൻ ഫിൽ ഫീലി, ഫീലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ മേലിലല്ല. എന്തെന്ന് ബി അന്നഹുൽ ലർബു, ആ ഫീല് ലർബാണ് എന്നതിൽ ഖത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ മേലിലല്ല. ഹത്താ തറുദ്ദഹു, ആ ഖത്തിനെ നീ റദ്ദ് ചെയ്യാൻ വേണ്ടി ഇല സവാബി, സവാബിലേക്ക്. എന്തുകൊണ്ടുള്ള സവാബ്? ബി അന്നഹുൽ ഇക്റാമു, ആ ഫിഇല് ഇക്റാമാണ് എന്നതുകൊണ്ടുള്ള സവാബിലേക്ക് ആ ഖത്തിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഇല് ലർബാണ് എന്ന ഖത്തിന്റെ മേൽ അല്ല ഈ കലാമിന്റെ ഉറവിടം. പിന്നെന്താണ്? വഇന്നമൽ ഖത്ഉ, തീർച്ചയായിട്ടും ഖത്ത് ഫീ തഅയീനിൽ മദ്റൂബി, അതായത് മഫൂല്, മദ്റൂബിനെ നിർണയിച്ചതിലാണ് ഖത്ത് ഉള്ളത് എന്നല്ലാതെ ഫിഇലിനെ നിർണയിച്ചതിലല്ല ഖത്ത് ഉള്ളത്. ഫിഇലിനെ നിർണയിച്ചതിലാണെങ്കിൽ എന്ത് പറയാം? സയ്യിദിനെ എന്റെ അടി എന്നിൽ നിന്നുണ്ടായിട്ടില്ല, ഇക്റാമാണ് ഉണ്ടായത് എന്ന് പറയാമല്ലോ. ആ ഫീലിനെ നിർണയിച്ചു കൊടുത്തല്ല.
ആ പിന്നെ അങ്ങനെ ഫെയിലിനെ നിർവഹിച്ചു കൊടുത്താണെങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? മാലർബത്ത് സെയ്തൻ ലാക്കിൻ അക്രം തുഹൂത പറയും. അവിടെ സെയ്ദിനെ മുന്തിക്കേണ്ട ആവശ്യമില്ല. മാലർബത്ത് സെയ്ദിനെ പിന്തിച്ച് തന്നെ പറയണം, മുന്തിക്കേണ്ട ആവശ്യമില്ല. മുന്തിച്ചാൽ ഇഖ്തിസാസാണെന്ന്, ഇഖ്തിസാസ് തഖ്ദീം മഫൂല മുന്തിച്ചാൽ ഇഖ്തിസാസിന് വേണ്ടിയിട്ടാണല്ലോ വാലിബിലും. അപ്പോൾ ഫെയിലിലാണ് ഖത്ത എങ്കിൽ മാലർബത്ത് സെയ്ദിനെ ഞാൻ അടിച്ചിട്ടില്ല, വൽ അക്രം തുഹു അല്ലെ ലാക്കിൻ അക്രം തുഹു അവനെ ഞാൻ എന്തായി ബഹുമാനിച്ചിട്ടുണ്ട്, അല്ല ഇക്രാമ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ കലാമിന്റെ ഉത്ഭവം, ഉറവിട സ്ഥലം ഖത്തവ് മുഖാത്തബിൽ നിന്നുള്ള ഖത്തവ് ഫീലിൽ ഉണ്ടായി എന്നതിന്റെ മേലിലല്ല, ആ ഫീലിനെ ആ ഖത്തയിലെ സവാബിലേക്ക് മടക്കാൻ വേണ്ടി, അത് ഇക്രാമാണ് എന്നതുകൊണ്ടുള്ള സവാബിലേക്ക്. ഇന്നമൽ ഖത്തഉ ഖത്തഉ ഫീ തഅയീനിൽ മദ്റൂബി, മദ്റൂബിനെ നിർണയിച്ചതിലാണ് ഖത്ത ഉള്ളത്. ഫസ്സവാബു അപ്പോൾ സവാബ് വലാക്കിൻ അംറൻ എന്ന് പറയലാണ് കേട്ടോ. ഫസ്സവാബു അയ്യുക്കാല പറയപ്പെടലാണ് മാ സൈദൻ ലറബുത്തു വലാക്കിൻ അംറൻ, സൈദിനെ മാത്രം ഞാൻ അടിച്ചിട്ടില്ല, വലാക്കിൻ അംറൻ. വഅമ്മാനഹു സൈദൻ അറഫ്തുഹു അപ്പോൾ സൈദൻ അറഫ്തുഹു പോലത്തത്, അതെന്താണ് ഇസ്തിഗാൽ ബാബ്. ഫതഈകീദുൻ ഇത് തഈകീദാണ്. എപ്പോ സൈദൻ അറഫ്തുഹു എന്ന് പറഞ്ഞത്? കാരണം അവിടെ ഒരു അറഫ്തുനെ തക്ദീർ ചെയ്യേണ്ടതുണ്ട്. കാരണം മദ്കൂറായ ഫീലിന് ഇവിടെ മഫൂലുണ്ട്. അപ്പോൾ സൈദൻ എന്നതിനൊരു ആമിലിനെ കണ്ടെത്തണം. അപ്പൊ തൈക്കീദ് തൈക്കീദാണ്. ഇൻ ഖുദ്ദിറൽ ഫിഇലുൽ മഹ്ദൂഫു കളയപ്പെട്ട ഫീലിനെ സങ്കല്പിക്കപ്പെട്ടാൽ അൽ മുഫസ്സറു ബിൽ ഫീലിൽ മദ്കൂരി, ഈ ഉദാഹരണത്തിൽ പറയപ്പെട്ട ഫീല് കൊണ്ട് തഫ്സീർ പറയപ്പെട്ട മഹ്ദൂഫായ ഫീല്, പറയപ്പെട്ട ഫീല് അറഫ്തു അത് മുഫസ്സിറാണ്. അപ്പോൾ കളയപ്പെട്ട ഫീലും എന്ത് തന്നെയാവണം? അറഫ്തു ആവണം. അപ്പോൾ പറയപ്പെട്ട ഫീല് കൊണ്ട് തഫ്സീർ പറയപ്പെട്ട മുഫസ്സറായ ആ മഹദൂഫായ ഫീലിനെ സങ്കല്പിക്കപ്പെട്ടാൽ ഖബ്ലൽ മൻസൂബി, സൈദൻ എന്ന മൻസൂബിന്റെ മുമ്പ് സങ്കല്പിക്കപ്പെട്ടാൽ, ഐ അറഫ്തു സൈദൻ അറഫ്തുഹു, സൈദിനെ ഞാൻ മനസ്സിലാക്കി, അവരെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് ലഫ്ലിയായ തൈക്കീദായി. ഇല്ല, മൻസൂബിന്റെ മുമ്പ് സങ്കല്പിച്ചിട്ടില്ല എങ്കിൽ അവിടെ ഫീലിനെ തക്ദീർ സൈദിന്റെ മുമ്പിലും ഖബലിലും ബഅദിലും ആവാമല്ലോ. വയില്ല, മൻസൂബിന്റെ മുമ്പ് സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ ഫതഹ്സീസുൻ, അപ്പോൾ അത് സൈദൻ അറഫ്തുഹു എന്നത് തഹ്സീസാണ്, തൈക്കീദല്ല. അതായത് തൈക്കീദ് മാത്രമല്ല, തഹ്സീസാണ്. അപ്പൊ ആദ്യം പറഞ്ഞു കൊടുത്ത തൈക്കീദ് എന്ന് പറഞ്ഞാൽ അവിടെ തഹ്സീസ് ഇല്ല എന്നർത്ഥം. ഇവിടെ തഹ്സീസുൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ തഹ്സീസുൻ എന്ന് പറഞ്ഞാൽ തൈക്കീദ് മാത്രമല്ല, തഹ്സീസാണ്. തഹ്സീസിന്റെ കൂടെ തൈക്കീദ് ഉണ്ടാവും, തൈക്കീദിന്റെ കൂടെ തഹ്സീസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തൈക്കീദും ഇല്ലാ തഹ്സീസും എന്ന് പറഞ്ഞാൽ മുമ്പ് സങ്കല്പിച്ചാൽ, മൻസൂബിന്റെ മുമ്പ് സങ്കല്പിച്ചാൽ തൈക്കീദാന്ന് പറഞ്ഞാൽ അവിടെ തഹ്സീസ് ഇല്ല എന്ന് ചുരുക്കം. മുമ്പ് സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ അഥവാ പിന്നിലാണ് സങ്കല്പിക്കുന്നതെങ്കിൽ തഹ്സീസ് എന്ന് പറഞ്ഞാൽ അവിടെ തഹ്സീസ് ഉണ്ട്, കൂടെ എന്തുണ്ടാവും? തൈക്കീദും ഉണ്ടാവും. തഹ്സീസ് ഉള്ളോടത്തൊക്കെ തൈക്കീദുണ്ട്. അതിന്റെ പുറമെ ഇവിടെ തക്റാറുള്ളത് കൊണ്ട് തൈക്കീദ് കൂടുതൽ തൈക്കീദ് ഉണ്ടാവും.
തെക്രാറില്ലാത്ത തഹ്സീസ് ഉള്ളോടത്ത് തന്നെ തൈക്കീത് ഉണ്ടാകുമെങ്കിൽ തെക്രാറോടുകൂടെയുള്ള തഹ്സീസിലോ കൂടുതൽ തൈക്കീദിയത്തുണ്ടാകും. തഹ്സീസാണ് ഐ സൈദൻ അറഫ്തു അറഫ്തുഹു, സൈദിനെ മാത്രം ഞാൻ മനസ്സിലാക്കി, അറഫ്തുഹു അവരെ മാത്രം. ഇവിടെ അറഫ്തുഹു എന്നുള്ളതും തഹ്സീസ് ഉണ്ട്. കാരണം ഈ ലമീർ ഹു എന്ന ലമീർ മുഫസ്സറായ ആമിനേക്കാൾ മുഖദ്ദമായതുകൊണ്ട് ലമീർ മുഖദ്ദമായൊരു മഅമൂലിലേക്ക് മുന്തുന്നത് കൊണ്ട് അറഫ്തുഹു എന്നതിലും എന്തുണ്ടാവും? തഖ്സീസ് ഉണ്ടാവും. അപ്പോൾ രണ്ട് തഖ്സീസ് ഉണ്ട് ഇവിടെ. സയ്യിദിനെ മാത്രം ഞാൻ മനസ്സിലാക്കി, സയ്യിദിനെ മാത്രം മനസ്സിലാക്കി. അറഫ്തുഹു അതിൻ്റെ ബിദാത്തിഹി തഖ്സീസ് ഇല്ല എങ്കിലും അറഫ്തുഹു എന്ന ലമീർ മുന്തുന്നത് ആമിലിനേക്കാൾ മുന്തിക്കപ്പെട്ടൊരു മഫ്ഊലിലേക്ക് ആയതുകൊണ്ട് അറഫ്തുഹു എന്നതിൻ്റെ മക്കാമ് സൈദൻ അറഫ്തു എന്നതിൻ്റെ സ്ഥാനമാണ് അതിനുള്ളത്. അപ്പോൾ ഇവിടെ തഖ്സീസാണ്. കാരണം അന്നൽ മഹദൂഫ അൽ മുഖദ്ദറ, മുഖദ്ദറായ മഹദൂഫ് കൽ മദ്കൂരി പറയപ്പെട്ടതുപോലെയാണ്. സൈദൻ അറഫ്തുഹു എന്നുള്ളോടത്ത് സെയ്ദിൻ്റെയും അറഫ്തുവിൻ്റെയും ഇടയിൽ അറഫ്തുവിനെ തക്ദീർ ചെയ്യുമ്പോൾ അതവിടെ മദ്കൂർ പോലെയാണ്. ഫത്തഖ്ദീമു അലൈഹി, അപ്പോൾ മുഖദ്ദറായ മഹദൂഫിനേക്കാൾ മഅമൂലിനെ മുന്തിക്കൽ, മഫ്ഊലിനെ മുന്തിക്കൽ കത്തഖ്ദീമി അലൽ മദ്കൂരി, മദ്കൂറിനേക്കാൾ മുന്തിക്കുന്നത് പോലെയാണ്. എന്ത് വിഷയത്തിൽ? ഫി ഇഫാദത്തിൽ ഇഖ്തിസാസി, ഇഖ്തിസാസിനെ ഫായിദ വെപ്പിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ സയ്യിദൻ അറഫ്തു, സയ്യിദൻ എന്നത് മഹദൂഫായ ഫീലിന്റെ മഫ്ഊലാണ്. ആ മഹദൂഫായ ഫീലിനെ സയ്യിദിന്റെ പിന്നിൽ സങ്കല്പിക്കുമ്പോൾ അവിടുത്തെ തഖ്സീസുണ്ട്. അറഫ്തുഹു എന്ന ലമീർ മഹദൂഫ് മുഖദ്ദമായ അറഫ്തുവിനേക്കാൾ മുഖദ്ദമായ സയ്യിദിലേക്ക് മടങ്ങുന്നത് കൊണ്ട് അറഫ്തുഹു എന്ന രണ്ടാമത്തെ ആമിലിലും മഅമൂലിലും വന്നിട്ട് തഖ്സീസുണ്ട്. അപ്പോൾ രണ്ട് തഖ്സീസാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അതോടുകൂടെ തൈക്കീതുണ്ടാവും. കാരണം തഖ്സീസ് ഉള്ളിടത്തൊക്കെ തൈക്കീതുണ്ട്. ഉദാഹരണം സയ്യിദൻ അറഫ്തു എന്ന് മാത്രം പറഞ്ഞു, ഇസ്തിഗാല ബാബ് അല്ലാത്ത രൂപത്തിൽ സൂറത്തിൽ, അവിടെയും എന്തുണ്ടാവും? തൈക്കീതുണ്ടാവും. ഇഖ്തിസാസിന്റെ മഹല്ലിലെല്ലാം തൈക്കീതുണ്ടാവും എന്നത് ശരിയാണ്. കമാഫി ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി എന്നതിൽ ഉള്ളതുപോലെ അവിടെ ബിസ്മില്ലാഹി എന്നതിൻ്റെ മുത്തഅല്ലഖ് പിന്നിൽ സങ്കല്പിക്കുമ്പോൾ ബിസ്മില്ലാഹി അബ്തദിഉ, അവിടെ ഇഖ്തിസാസിനെ ഇഫാദത്ത് ചെയ്യും. അല്ലാഹു എന്ന പേരുകൊണ്ട് മാത്രം ഞാൻ തുടങ്ങുന്നു. ഫനഹ്വു സൈദൻ അറഫ്തുഹു എന്നത് മുഹ്തമിലുൽ ലിൽ മഅനയൈനി, രണ്ട് മഅനാക്ക് ഇഹ്തിമാലുണ്ട്. രണ്ട് മഅന എന്ന് പറഞ്ഞാൽ തഅക്കീദിന് മാത്രം ഒരവസ്ഥ, തഖ്സീസിനും ഒരവസ്ഥ. തഖ്സീസ് ഉണ്ടാകുമ്പോൾ തഅക്കീദ് ഉണ്ടാവും. ഈ രണ്ട് മഅനാക്ക് ഇഹ്തിമാലാണ്. രണ്ട് മഅനാക്ക് ലാഹിറിൽ പറഞ്ഞാൽ തഅക്കീദിനും തഖ്സീസിനും. തഖ്സീസുള്ളോടത്ത് തഅക്കീദ് ഉണ്ടാവും, അത് മറ്റൊരു അംറ്. അപ്പോൾ ഇവിടെ വറുജൂഉ ഫി തഅയീനി, തഅയീനിലുള്ള റുജൂഉ മടക്കം ഇലൽ ഖറായിനി, കരീനത്തുകളിലേക്കാണ്. കരീനത്തനുസരിച്ച് അവിടെ ഈ മഫ്ഊലിനെ സങ്കല്പിക്കാൻ ഈ മഹദൂഫായ ഫീലിനെ കൊടുക്കേണ്ടത് മഫ്ഊലിന്റെ മുന്നിലാണോ പിന്നിലാണോ കൊടുക്കേണ്ടത്, കരീനത്ത് നോക്കി അത് നിർവഹിക്കണം. വഇൻദ ഖിയാമിൽ കരീനത്തിൽ ദാലത്തി,
അല അന്നഹൂലി തഹ്സീസി വൈന്ദക്കിയാമിൽ കരീനത്തുണ്ടാകുന്ന സമയത്ത് അദ്ദാലത്തി അറിയിക്കുന്ന കരീനത്ത് എന്തിൻ്റെ മേൽ അറിയിക്കുന്ന കരീനത്ത് അല അന്നഹു തീർച്ചയായിട്ടും സൈദൻ അറഫ്തുഹു എന്നത് തഹ്സീസി അത് ഈ ഉദാഹരണമാണ്. തഹ്സീസിനാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന കരീനത്ത് ഉണ്ടാകുന്ന സമയത്ത് യക്കൂനു സൈദൻ അറഫ്തുഹു അതുപോലത്തതും ആകും. ഔക്കദ മിൻ കൗലിന നമ്മുടെ കൗലിനേക്കാൾ കൂടുതൽ തൈക്കീതുള്ളതാകും. ഏത് കൗലിനേക്കാൾ? സൈദൻ അറഫ്തു എന്ന കൗലിനേക്കാൾ. കാരണം സൈദൻ അറഫ്തു എന്നതിൽ തഹ്സീസുണ്ട്, തൈക്കീതുമുണ്ട്. അതിനേക്കാൾ കൂടുതൽ തൈക്കീതുണ്ടാകും ഏതില്? സൈദൻ അറഫ്തുഹു എന്നതില്. അത് തഹ്സീസിനാണെന്ന് വെക്കുമ്പോൾ. കാരണം എന്ത്? ലിമാ ഫീഹി മിന തക്റാരി, അതിൽ തക്റാറിനാൽ ഉള്ള ഒന്നിനു വേണ്ടി. തക്റാറ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ കൂടുതൽ ഔക്കദാവും.